ഹായ്, വെൽക്കം ടു ജിനോസ് ഫാഷൻ. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബിരിയാണി ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ദിവസവും ബിരിയാണി തിന്നാൽ ഇങ്ങനെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ബിരിയാണി എന്ന് പറയുമ്പോൾ കുറച്ച് ടൈം ടേക്കിംഗ് അല്ലേ, കുറേ പ്രോസസ്സ് ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മടിക്കാറുണ്ട്, അയ്യോ ബിരിയാണി ചെയ്യണമെന്നുണ്ട് കഴിക്കണമെന്നുണ്ട്, പക്ഷേ നമുക്കത് സമയം ഒത്തിരി എടുക്കുന്നതുകൊണ്ട് ചെയ്യാനൊരു മടി. എന്നാൽ പിന്നെ മടിക്കണ്ട. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് ദിവസവും നമുക്ക് വീട്ടിൽ ബിരിയാണി നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അതുപോലെ അവസാനം വരെയും കാണുക. അതുപോലെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ ബിരിയാണി പിക്കിളാണ്. അടിപൊളിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാർ ചെയ്യാമെന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണി പിക്കിൾ തയ്യാർ ചെയ്യാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി ഡ്രൈ ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും മാരിനേഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഡയറക്റ്റ് ഇച്ചിരി ഉപ്പിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഇത് ഞാൻ 1 കിലോ ബോൺലെസ് പീസാണ് എടുത്തിരിക്കുന്നത്. 2 യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സവാള വറുത്തതാണ്. ഫ്രൈഡ് ഒണിയൻസ് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ആംചൂർ പൗഡർ, ഡ്രൈ മാംഗോ പൗഡറാണ്. ഇത് വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് ഞാനിവിടെ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇവിടെ വിനീഗർ എടുത്തിട്ടുണ്ട്. വിനീഗറും 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ വറുത്തെടുക്കുകയാണ്. ഇതിനകത്ത് വേറെ ഒരു മാരിനേഷൻ ചെയ്യുന്നില്ല, ഉപ്പ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിങ്ങനെ നമ്മൾ എണ്ണയിൽ വറുത്തെടുക്കണം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബിരിയാണി മസാല തയ്യാർ ചെയ്യാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതെന്തെല്ലാമാണെന്ന് നോക്കാം. ഇവിടെ കുരുമുളക് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, മുഴുവനായിട്ടുള്ളത്. ഇനി അടുത്തായിട്ട് വേണ്ടത് മല്ലി ആണ്. മല്ലി നമ്മൾ മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ 4 ടേബിൾ സ്പൂൺസ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ജാപത്രിയാണ്. ജാപത്രി അതുപോലെ ക്ലോവ്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു 4-5 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് വലിയ ഇലാച്ചിയാണ്, ബെടി ഇലാച്ചിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനകത്തേക്ക് ഗ്രീൻ കാർഡമം കൂടെ വേണം. അതൊരു 4-5 എണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് സിന്നമൺ സ്റ്റിക്സ് ആണ്. 2 എണ്ണം എടുത്തിട്ടുണ്ട്. കറുവപ്പട്ട 2 എണ്ണം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വേണ്ടത് ബേ ലീഫാണ്. ബേ ലീഫ് ചെറിയ 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. വലുതായി എടുക്കുന്നെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ 1-2 എടുത്താൽ മതി. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ജീരകമാണ്. ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയ ജീരകം എടുത്തിട്ടുണ്ട്, പെരുംജീരകം, അതും നമുക്ക് 1 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഇനി അടുത്തായിട്ട് വേണ്ടത് പുതിന ഇലയാണ്. പുതിന ഇല നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ്. അത് നമ്മൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വേണ്ടത് മല്ലിയിലയാണ്. മല്ലിയില ഇതുപോലെ തന്നെ കഴുകി നമ്മൾ ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും നമ്മൾ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ബിരിയാണി മസാലയ്ക്ക് വേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ മസാല നമ്മൾ വറുത്ത് വെച്ചിരുന്നത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ജാർ എടുത്തിട്ടുണ്ട്. ജാറിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ പിക്കിള് തയ്യാർ ചെയ്യാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ബിരിയാണി മസാല ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ആംചൂർ പൗഡറാണ്, ഡ്രൈ മാംഗോ പൗഡറാണ്. നിങ്ങൾക്ക് ഇത് കിട്ടുന്നില്ലെങ്കിൽ ഓപ്ഷണലാണ്, നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. കിട്ടുവാണെങ്കിൽ ആഡ് ചെയ്യുക. കാരണം നല്ലൊരു പുളി ഒക്കെ ടേസ്റ്റാണ് വരുന്നത്, അത് കാരണമാണ് ഇടുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അടുത്തായിട്ട് ഇടേണ്ടത് സവാളയാണ്. സവാള വറുത്ത് വെച്ചതോടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. നാരങ്ങയുടെ നീര്, പുളി നോക്കിയിട്ട് ബാക്കിയുള്ളതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം.
നമ്മൾ ചിക്കനിൽ മാത്രമേ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ചിക്കൻ വറുക്കാനായിട്ട് എടുത്ത എണ്ണയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി പിക്കിൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഉപ്പും അതുപോലെ തന്നെ പുളിയും ഒക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ മുളക് പൊടിയാണെങ്കിലും എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് യൂസ് ചെയ്യുക. അല്ലാത്ത മുളക് പൊടിയാണ് നിങ്ങൾ മിക്സിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം അതിനൂടെ നമ്മൾ ബിരിയാണി മസാല നമ്മൾ ഓണായിട്ട് പ്രിപ്പയർ ചെയ്തതാണ്, പുറത്തുനിന്ന് വാങ്ങിച്ചതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന മസാലകൾക്കൊക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ് അല്ലേ. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം കമൻസ് വഴി എന്നെ അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത് നമ്മൾ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴേ നമുക്ക് യൂസ് ചെയ്യാം. എന്നാലും നമ്മൾ ഒരു ദിവസം കഴിഞ്ഞ് നമ്മളിത് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ഇതിനകത്ത് ചിക്കനകത്ത് ഈ മസാലകളൊക്കെ നന്നായിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്തതിന് ശേഷം കമൻസിൽ എന്നെ അറിയിക്കുക. ഇതുപോലെ തന്നെ നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ചേച്ചി.